അപ്പോൾ കോളിഫ്ലവർ ആയിട്ട് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ നമുക്ക്? എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ആദ്യം കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റിയേക്കുക. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റിയേക്കുക കേട്ടോ. പിന്നെ നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ മാറ്റി അതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം അത് എടുത്തിട്ട് നമ്മൾ നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഒരു പാനിൽ കുറച്ച് നമ്മൾ ഫ്രൈ ആക്കി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും നല്ലോണം ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള വലിയുള്ളി, ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, കറി ലീവ്സും കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി കേട്ടോ. റോസ്റ്റ് ആക്കണ്ട. ഇനി പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തക്കാളി സോസ് എന്തായാലും ഒഴിക്കണേ. അതാണ് ഇതിക്ക് പിന്നെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ മുന്നിൽ നിൽക്കുക. അതും കോളിഫ്ലവറിൻ്റെ ടേസ്റ്റും കൂടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ തക്കാളി സോസ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ആ കോളിഫ്ലവർ ഫ്രൈ ആക്കിയതൊന്ന് ഫുള്ള് കവറായി നിൽക്കാനുള്ള സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള നമ്മൾ കോളിഫ്ലവർ ചേർത്തെടുത്തിട്ടോ. കോളിഫ്ലവർ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണേ. ഈ കോളിഫ്ലവറൊക്കെ ഇതിക്ക് ഇടുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ആക്കിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ഇല്ല. ആ ഒരു ക്രിസ്പിനെസ്സിൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലോണം ഫ്രൈ ഇതിലിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. കുറേ ടൈം എടുത്തുകൊണ്ട് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒന്നും മതി. 3-4 മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ മസാലയൊക്കെ അതിൻ്റെ അയിമക്കെല്ലാത്തിമൊക്കെ കോളിഫ്ലവറിമൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ മിക്സാക്കിൻ്റെത് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് അത്രയും ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്തെടുക്കുക. അപ്പോൾ ഞാൻ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തിട്ടോ. കറി അല്ലെങ്കിൽ കറിവേപ്പില ഇട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ കടായി അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് നോൺ വെജ് ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശ, പത്തിരി, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈ തക്കാളി സോസിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ, കോളിഫ്ലവറിൻ്റെയും തക്കാളി സോസിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.